നമസ്കാരം. മുൻനിര ബാറ്റിംഗ് താരങ്ങളുടെ ഫോം ഔട്ട് ഇന്ത്യൻ ടീമിന്റെ പ്രകടനങ്ങൾ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. സമീപകാലത്ത് തുടർച്ചയായി ടെസ്റ്റ് മത്സരങ്ങളിൽ ടീം കുറഞ്ഞ ടോട്ടലിന് പുറത്താവുകയാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മൻ ഗിൽ, ഋഷഭ് പന്ത്, യശസ്വി ജയ്സ്വാൾ തുടങ്ങിയവരെല്ലാം വേഗത്തിൽ യഥാർത്ഥ ഫോം വീണ്ടെടുക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ്. ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ 4 ഇന്നിംഗ്സുകളിലും ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറി 6ാം നമ്പറിൽ ഇറങ്ങിയ രോഹിത് ശർമ്മ പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോമിലുള്ള KL രാഹുലിന് വേണ്ടിയായിരുന്നു പിന്നോട്ടിറങ്ങിയത്. രോഹിത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് സുനിൽ ഗവാസ്കറിനെ പോലുള്ളവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കാലം കഴിഞ്ഞുവെന്ന് പോലും ആരാധകർ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം മറക്കാൻ സുന്ദരമായ ഒരു ഇന്നിംഗ്സ് മെൽബൺ അല്ലെങ്കിൽ സിഡ്നി ടെസ്റ്റുകളിൽ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് പിറവിയെടുക്കേണ്ടതുണ്ട്. അതിന് ഇനി സാധ്യമുണ്ടോ? രോഹിത്തിൽ പഴയ ആത്മവിശ്വാസം കാണുന്നില്ല എന്ന ധ്വനിയാണ് മുൻ ഓസ്ട്രേലിയൻ നായകനായ മൈക്കൽ ക്ലാർക്കിന്റെ വാക്കുകളിൽ നിന്നറിയുന്നത്. ആത്മവിശ്വാസം കുറയുമ്പോൾ തിരിച്ചുവരവ് ബുദ്ധിമുട്ടാണെന്ന് ESPN-നുമായുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? ക്രിക്കറ്റ് ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും രോഹിത് ആക്രമണോത്സുകത കൈവിട്ടതായി കാണപ്പെടുന്നുണ്ട്. കരിയറിലുടനീളം ആക്രമണോത്സുക ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഫോമിന്റെ പേരിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം നായകനും മികച്ച ഓപ്പണിംഗ് ബാറ്ററുമാണ്. ഷോർട്ട് ഫോർമാറ്റ് താരത്തിന് അത്ര പെട്ടെന്ന് ടെസ്റ്റിൽ മിന്നാൻ സാധിക്കില്ല. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഫിഞ്ച് എന്ന് പറയാം. ഷോർട്ട് ഫോർമാറ്റ് ക്രിക്കറ്റിൽ ആധിപത്യം പുലർത്തുന്ന ഒരു കളിക്കാരന് ആത്മവിശ്വാസം കുറയുമ്പോൾ ടെസ്റ്റുകളിൽ പന്തിന്റെ ശരിയായ ദിശയും ചലനവും മനസ്സിലാക്കി ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. ഫിഞ്ചുമായി സംസാരിച്ചിരുന്നത് താൻ ഓർക്കുന്നുവെന്നും പറഞ്ഞു. അദ്ദേഹം ഒരു ഫോർമാറ്റിൽ നിന്ന് പിന്മാറണമെന്ന് തനിക്ക് തോന്നി. ചിലപ്പോൾ അത് മികച്ച തീരുമാനമായിരിക്കില്ല. പക്ഷേ ഇവരുടെ ബാറ്റിംഗ് ശൈലി അങ്ങനെയാണ്. അവർ എക്സ് ഫാക്ടർ കളിക്കാരും മാച്ച് വിന്നർമാരുമാണ്. ക്ലാർക്ക് കൂട്ടിച്ചേർത്തത് ഇത്തരത്തിലാണ്. ഒരിക്കലും ഫോമിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിലയിരുത്തരുത്. തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തേക്കാം. അസാധാരണമായ കളിക്കാരനാണ് രോഹിത്. കുറച്ച് റൺസ് കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമല്ല. മധ്യനിരയിലേക്ക് മാറിയത് ടീമിന് അതാണ് നല്ലതെന്ന് കരുതി സ്വയം തീരുമാനിച്ചിട്ടാണ്. ഓപ്പണിംഗിൽ KL രാഹുൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നും ക്ലാർക്ക് വിലയിരുത്തിയിരിക്കുകയാണ്.